കഴിഞ്ഞ ദിവസം ഫെഡറൽ ബാങ്കിൻ്റെ ഡീറ്റെയിൽസൊക്കെ കാണിച്ച് വ്യാജരേഖകളൊക്കെ കാണിച്ച് 1,60,00,000 രൂപ തട്ടിയെടുത്ത ഒരു വനിതാ ഡോക്ടറുടെ കഥ ഞാൻ പറഞ്ഞിരുന്നു. പുനലൂര് കരവാളൂർ ഉള്ള ഡോക്ടറെ കുറിച്ചായിരുന്നു സംഭവം. ഒരു പ്രവാസി യുവാവിനെ കബളിപ്പിച്ചായിരുന്നു 1,60,00,000 രൂപ യുവ ലേഡി ഡോക്ടർ തട്ടിയെടുത്തത്. സുന്ദരിയായ ഡോക്ടർ പൈസ തട്ടിയെടുത്തു. ഈ യുവാവ് പെടാപ്പാടുപെട്ടു. അവസാനം മുൻ നഗരസഭ അധ്യക്ഷൻ ഇടപെട്ട് 1 കോടി രൂപ വാങ്ങിക്കൊടുത്തു. 60,00,000 രൂപ ഗോവിന്ദ ആയ കഥയൊക്കെ ഞാൻ പറഞ്ഞു. അവസാനം ഈ ലേഡി ഡോക്ടർ എന്ത് ചെയ്തു? ഈ പൈസ കൊടുക്കില്ല എന്നൊന്നും പറഞ്ഞില്ല എന്നാണ് നടപ്പനുസരിച്ച് നമുക്ക് കിട്ടിയ വിവരം. പക്ഷേ ഫെഡറൽ ബാങ്ക് ഇവർക്കെതിരെ നിയമ നടപടികളുമായി മുന്നോട്ട് പോകുന്നുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത് ഫെഡറൽ ബാങ്കുമായി ബന്ധപ്പെട്ടപ്പോൾ. ഇത് ലേഡി ഡോക്ടറെ പിടിച്ചൊന്ന് കുലുക്കി. കാരണം ഈ ആയമ്മയെ കയ്യാമം വച്ച് തുറുങ്കിലടയ്ക്കാൻ ഇതൊക്കെ മതിയല്ലോ. കാരണം ഫെഡറൽ ബാങ്കിൻ്റെ രേഖയാണ് വ്യാജമായി ചമച്ച് പ്രവാസി യുവാവിനെ കബളിപ്പിച്ചിരിക്കുന്നത്. ബെൻസ് കാറിൻ്റെ കമ്പനിയിൽ ഇവർക്ക് ഷെയർ ഉണ്ടെന്നും ആ ഷെയർ കിട്ടുമ്പോൾ പൈസ തിരിച്ചു തരാമെന്നുമൊക്കെ വ്യാജ FB പ്രൊഫൈലും സോഷ്യൽ മീഡിയ പ്രൊഫൈലുമൊക്കെ ഉണ്ടാക്കി ഹരികൃഷ്ണൻ എന്ന ഭൂലോക തട്ടിപ്പുകാരൻ്റെ സഹായത്തോടു കൂടിയാണ് ലേഡി ഡോക്ടർ നമ്മുടെ പ്രവാസി യുവാവിനെ കബളിപ്പിച്ചത്. പ്രവാസി യുവാവിൻ്റെ കുടുംബമൊക്കെ തകർന്ന് തരിപ്പണമായി. പ്രവാസി യുവാവിൻ്റെ അപ്പൻ യുവാവിൻ്റെ കൊങ്ങയ്ക്ക് കുത്തിന് പിടിച്ച് പറഞ്ഞു പൈസ കൊണ്ടുപോടാന്ന് പറഞ്ഞു. കാരണം ഇയാളുടെ സമ്പാദ്യമൊക്കെ വസൂലാക്കി കഴിഞ്ഞപ്പോൾ ഇയാൾ എന്ത് ചെയ്തു? അപ്പൻ്റെ കയ്യിൽ നിന്നും കാശ് വാങ്ങിയാണ് ലേഡി ഡോക്ടറെ പ്രീതിപ്പെടുത്തിക്കൊണ്ടിരുന്നത്. ലേഡി ഡോക്ടർ കുറേയൊക്കെ അടിച്ചു മാറ്റിയപ്പോൾ അപ്പൻ ചോദിച്ചു എവിടെടാ കാശെന്ന് ചോദിച്ച് കുത്തിന് പിടിച്ച് പൈസ വാങ്ങിയ കഥയൊക്കെ ഞാൻ പറഞ്ഞു. അങ്ങനെയാണ് 1 കോടി രൂപ തിരിച്ചു കൊടുത്തത്. ബാക്കി 60,00,000 രൂപയുണ്ട്. ലേഡി ഡോക്ടർക്ക് വാർത്ത വന്നത് ക്ഷീണമായി. ഫെഡറൽ ബാങ്ക് കേസുമായി മുന്നോട്ട് പോകുന്നുണ്ട് എന്നാണ് ഞാൻ അറിയാൻ കഴിഞ്ഞെന്നും പറഞ്ഞു. വാർത്ത വന്നത് ക്ഷീണമായപ്പോൾ പോലീസിൽ കൊണ്ട് പരാതിയും കൊടുത്തു. അപ്പോൾ നമ്മളൊന്ന് അന്വേഷണം മുറുക്കി നോക്കിയപ്പോഴാണ് അറിയുന്നത് അഞ്ചൽ ബൈപ്പാസിൽ അവരൊരു ആശുപത്രി തുടങ്ങുകയാണ്. അവരുടെ ഭർത്താവിൻ്റെ പേരിൽ അവിനാശ് എന്നാണ് അവരുടെ ഭർത്താവിൻ്റെ പേരെന്നാണ് പറയുന്നത്, രേഖകളിൽ കാണുന്നത്. ഇനി അതും ഉഡായിപ്പാണോ എന്നൊന്നും നമുക്കറിയാൻ പറ്റില്ല. തട്ടിപ്പാണ്, സർവത്ര തട്ടിപ്പാണ്. ഈ വാർത്ത പുറത്തു വന്നതോടുകൂടി പലരും ഞങ്ങളെ വിളിച്ച് ചോദിച്ചു. പലരും ഞങ്ങളുടെ ഓഫീസിലോട്ടൊക്കെ വിളിച്ച് ചോദിക്കുകയാണ് ഇവർ ഞങ്ങളിൽ നിന്നൊക്കെ നിക്ഷേപം സ്വീകരിച്ചിട്ടുണ്ട്. ആശുപത്രി തുടങ്ങുന്നുണ്ട്, വലിയ ആശുപത്രിയാണ് തുടങ്ങുന്നത്. അഞ്ചൽ ബൈപ്പാസിൽ വലിയൊരു ആശുപത്രി തുടങ്ങുന്നുണ്ട്, അതിനകത്തേക്ക് നിക്ഷേപിക്കണം. ആശുപത്രി തുടങ്ങിയാൽ നിങ്ങളൊക്കെ അതിൻ്റെ ഷെയർ ഹോൾഡർമാരാണ്. കൊല്ലം ജില്ലയുടെ കിഴക്കൻ മേഖലയിലേക്ക് ഞങ്ങളിതാ വലിയ സഹായഹസ്തം നീട്ടുകയാണ്. നിങ്ങൾക്കൊക്കെ അതിൻ്റെ ഫലമുണ്ടാകും, നിങ്ങൾക്കൊക്കെ ലാഭമുണ്ടാകും എന്ന് പറഞ്ഞ് പൈസ പിരിച്ചിരിക്കുകയാണ്. ഇവർ ഈ തട്ടിപ്പുകാരിക്കാണ് പൈസ കൊടുക്കുന്നതെങ്കിൽ ആശുപത്രിയും കാണില്ല, പൈസയും കാണില്ല എന്ന് ആളുകൾക്ക് പേടി. ഈ ഭൂലോക തട്ടിപ്പുകാരിക്ക് പൈസ കൊടുത്താൽ പൈസ ഉണ്ടാകുമോ, പൈസ ലഭിക്കുമോ എന്നൊക്കെ നാട്ടുകാർക്ക് ഭയം. അതുകൊണ്ട് ഈ തട്ടിപ്പുകാരി തന്ന കേസ് അന്വേഷിക്കുന്ന പോലീസുകാർ ഈ ആശുപത്രിയുടെ കാര്യം കൂടി ഒന്ന് അന്വേഷിക്കണം. മുമ്പ് ഞാൻ സൂര്യ TV-യിലായിരിക്കുമ്പോൾ അൽ അമീൻ എന്ന് പറഞ്ഞിട്ട് ഒരു ആശുപത്രി തുടങ്ങാൻ വേണ്ടി തിരുവനന്തപുരത്ത് വഴുതക്കാട് അവർ വലിയൊരു ഓഫീസൊക്കെ എടുത്തു. അൽ അമീൻ എന്നാണ് മെഡിക്കൽ കോളേജിൻ്റെ പേര്. അവർ ആളുകളിൽ നിന്ന് ജോലി തരാം എന്ന് പറഞ്ഞ് പൈസ പിരിച്ചു. അങ്ങനെ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ ഭാര്യയുടെ കയ്യിൽ നിന്ന് 2 ലക്ഷം രൂപ വാങ്ങി ജോലി കൊടുക്കാമെന്ന് പറഞ്ഞിട്ടാണ് പൈസ വാങ്ങിയത്. അവരുടെ ഭർത്താവുമായിട്ട് ഞാനന്ന് സൂര്യ TV-യിലെ ന്യൂസ് റിപ്പോർട്ടറാണ്. അവരന്ന് വന്ന് സൂര്യ TV-യിൽ പറഞ്ഞു ഞങ്ങളൊരു 5 മാസമായി പൈസ കൊടുത്തിട്ട് ഇതുവരെ ജോലിയുമില്ല, ഇൻ്റർവ്യൂവിനും വിളിക്കുന്നില്ല, ഇങ്ങനെ ഇരിക്കുകയാണ്. അന്ന് ഞാനും ഞങ്ങളുടെ ക്യാമറമാനുമായിട്ട് അവിടെ പോയി. അപ്പോൾ അന്ന് ഈ ബട്ടൺ ക്യാമറ ഓപ്പറേഷൻ ഒന്നുമില്ല, പെൻ ക്യാമറയും കണ്ണട ക്യാമറയൊന്നുമില്ല. വേറൊരു തരികിട ചെയ്യുന്ന പോലെ ഒരു ഏർപ്പാട് വെച്ചിട്ട് ഞങ്ങളൊന്ന് അന്വേഷിച്ച് നോക്കി. അവിടെ പോയി ഞാൻ ആ സ്ത്രീയുടെ സഹോദരനായിട്ട് അഭിനയിച്ചിട്ടാണ് കയറുന്നത്. അവർ ആദ്യം പറഞ്ഞു 2 ആഴ്ച കഴിയുമ്പോൾ ജോലിയൊക്കെ ശരിയാകുമെന്നൊക്കെ പറഞ്ഞു. 2 ആഴ്ച കഴിഞ്ഞ് വീണ്ടും പോയി. അപ്പോൾ ഞങ്ങൾ തിരുവനന്തപുരത്ത് മലയൻകീഴിനടുത്തൊരു പഞ്ചായത്ത്, അവിടെ സ്ഥലം എടുത്തിട്ടുണ്ട്. സ്ഥലമൊക്കെ 10 ഏക്കർ സ്ഥലം എടുത്തു. അവിടെ കെട്ടിടത്തിൻ്റെ പണി പുരോഗമിക്കുകയാണ്. ഉടനെ ജോലി ശരിയാകും. എന്നാൽ അതൊന്ന് കാണണമല്ലോ എന്ന് പറഞ്ഞ് ഞാനും എൻ്റെ ക്യാമറാമാനും കൂടി നേരെ ഈ പഞ്ചായത്തിലേക്ക് പോയി. പഞ്ചായത്തിൽ എന്തു വന്നാലും രജിസ്റ്റർ ചെയ്യണമല്ലോ. 10 ഏക്കർ സ്ഥലമൊക്കെ
സർവേ രജിസ്ട്രേഷനൊക്കെ നടന്നിട്ടുണ്ടെങ്കിൽ പഞ്ചായത്തിൽ അറിയണം. പിന്നെ കെട്ടിട നിർമ്മാണത്തിന് ലൈസൻസ് എടുക്കണം. ഇതൊക്കെ പഞ്ചായത്തിൽ തിരക്കിയാൽ അറിയാൻ പറ്റുമല്ലോ. അല്ലമീൻ മെഡിക്കൽ കോളേജ് ഇങ്ങനെ അന്ന് സ്വാശ്രയ മെഡിക്കൽ കോളേജൊക്കെ തുടങ്ങുന്ന സമയമാണ്, ഇങ്ങനെ ഇത് കുമിൾ പോലെ മുളച്ചു വരുന്ന സമയമാണ്. അങ്ങനെ ഞങ്ങൾ ആ പഞ്ചായത്തിൽ പോയി തിരക്കി. അങ്ങനെ ഒരു മെഡിക്കൽ കോളേജുമില്ല, അങ്ങനെ ഒരു സ്ഥലം രജിസ്ട്രേഷനും നടത്തിയിട്ടില്ല, അങ്ങനെ ഒരു കെട്ടിട നിർമ്മാണവും നടക്കുന്നില്ല. അങ്ങനെ ഞങ്ങൾ ആ വാർത്ത ബ്രേക്ക് ചെയ്തു. അല്ലമീൻ മെഡിക്കൽ കോളേജ് എന്ന് പറയുന്ന കോളേജും ഇല്ല. ആ ആഫീസ് അങ്ങനെ പൂട്ടി. പാവം ആ ലേഡിക്ക് പൈസ തിരിച്ച് കിട്ടി എന്നാണ് എൻ്റെ അറിവ്. ഞാൻ പറഞ്ഞു വരുന്നത്, ഇങ്ങനെയുള്ള തട്ടിപ്പുകളൊക്കെ എല്ലായിടത്തും നടക്കും. അതുകൊണ്ട് അഞ്ചൽ ബൈപ്പാസിൽ ആശുപത്രി കെട്ടുകയാണ് എന്ന് പറഞ്ഞ് ഈ സുന്ദരിയായ ലേഡി ഡോക്ടറും ഭർത്താവും കൂടി ആളുകളുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിയിട്ടുണ്ടെങ്കിൽ, പ്രിയപ്പെട്ട പോലീസുകാരെ, അവർ തന്ന പരാതിയെക്കുറിച്ച് അന്വേഷിക്കുമ്പോൾ അവർ ഈ പൈസ വാങ്ങിയ നാട്ടുകാരുടെ കയ്യിൽ നിന്ന് കാശ് വാങ്ങിയിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് കൂടി ഒന്ന് അന്വേഷിക്കണം. അന്വേഷിച്ചിട്ട് അവർ വാങ്ങിയ കാശ് ഈ ആശുപത്രി കെട്ടുന്നുണ്ടോ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും അനാമത്തായിട്ട് കൊണ്ടുപോവുകയാണോ എന്നുകൂടി ഒന്ന് അന്വേഷിക്കാൻ ദയവായി അഭ്യർത്ഥിക്കുകയാണ്.